എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലന്റ് ആവുകയാണ്. അവര് വളരെ നിശബ്ദമാവുകയാണ്. എവിടെ പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴ കേസ്, കരുവന്നൂർ ED കേസ്, മാസപ്പടി കേസ്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദു സമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത്. അത് കേരളത്തിലെ CPM നേതൃത്വവും പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിന്റെ, അവിഹിതമായ ബാന്ധവത്തിന്റെ പ്രതിഫലനമാണ്. കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJP കേരളത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CPM നേതാവിന്റെയും BJPയുടെ കേന്ദ്രമന്ത്രിയുടെയും ബിസിനസ് പാർട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ചോദ്യം ചെയ്യാത്തതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അതുതന്നെയാണ്. BJPയെ ഭയന്നും BJPയെ പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത്. കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന CPM നേതാവ്, മുൻ MLA ഡൽഹിയിൽ പോയി BJP നേതാവിനെ സന്ദർശിച്ച് വാർത്ത കൊടുത്തിട്ട് അതൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ CPM താഴേക്ക് പോയിരിക്കുകയാണ്. രാജേന്ദ്രൻ, മുൻ MLA രാജേന്ദ്രൻ കാണാൻ പോയത് സീതാറാം യെച്ചൂരിയെ അല്ല, പ്രകാശ് കാരാട്ടിനെയോ വൃന്ദ കാരാട്ടിനെയോ അല്ല. AKG ഭവനിലേക്ക് രാജേന്ദ്രൻ പോയില്ല. രാജേന്ദ്രൻ പോയത് കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുടെ വസതിയിലാണ് പോയത്. അത് ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. പാർലമെന്റിലെ ക്യാന്റീനിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചു പോയി കാപ്പി കുടിക്കാൻ പോയതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയ CPM ആണ്. നിങ്ങൾ ആലോചിച്ചോളാം, പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ CPM നേതാക്കൾ അവരുടെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോ രാജേന്ദ്രൻ മുൻ MLA പോയി പ്രകാശ് ജാവദേക്കറിന്റെ വസതി സന്ദർശിച്ചിട്ട് കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് യാതൊരു അനക്കവുമില്ല, ഒരു പ്രതിഷേധമില്ല, ഒരു പരിഭവമില്ല, നിൽക്കുകയാണെങ്കിൽ. അതുപോലെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ജനതാദൾ എസ് BJPയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ്. NDAയിൽ അംഗമായിരിക്കുന്നു. ആ ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിലെ LDFിലാണ്. NDAയിൽ അംഗമായ ജനതാദൾ എസ് കേരളത്തിലെ LDFിൽ അംഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. NDAയിൽ അംഗമായ ജനതാദൾ എസിനെ LDFിൽ നിന്ന് പുറത്താക്കാനും മന്ത്രി കൃഷ്ണൻകുട്ടിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? BJP നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ്, BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് NDAയിലെ ഒരു ഘടകകക്ഷിയെ, BJP നേതൃത്വത്തിലുള്ള NDAയിലെ ഒരു ഘടകകക്ഷിയെ കേരളത്തിലെ LDF മുന്നണിയിൽ ഇവർ നിലനിർത്തുന്നത്. കേട്ടുകേൾവിയുണ്ട് ഈ കാര്യം. അവിടെ BJPയുടെ കൂടെ മത്സരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത്, ദൂരെയൊന്നുമല്ല, BJPയുടെ കൂടെ ഒരുമിച്ച് മത്സരിക്കുന്ന ആ കക്ഷി അവരതിൽ നിന്ന് വേർപെട്ടിട്ടില്ല. അവരതിൽ തന്നെ നിലനിന്നുകൊണ്ട് LDFിലൂടെ നിൽക്കുകയാണ്. എന്നിട്ടാണ് വർഗീയതയെക്കുറിച്ചുള്ള പ്രസംഗം. അപ്പൊ BJPയെ എത്രമാത്രം ഭയപ്പെടുന്നു CPM കേരളത്തിലുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. കാരണം ആ കേസുകളൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ വാളോങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ സൈലന്റായി മാറുകയാണ്, വളരെ നിശബ്ദരാവുകയാണ്. ഇവര് തമ്മിലുള്ള ഈ ബാന്ധവമാണ് ഇതിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നത്.